ഇപ്പോൾ വർക്കലയിൽ നിന്ന് ഉള്ളൊരു വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. വർക്കലയിൽ BDJA സീറ്റ് BJP ഏറ്റെടുത്തു എന്നാണ് വിവരം. സ്ഥാനാർത്ഥി പിന്മാറിയതോടെയാണ് BJPയുടെ ഈ പുതിയ നീക്കം. CPIM വർക്കല ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ വർക്കലയിൽ NDA സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. ഇന്ന് വൈകുന്നേരം 4 മണിയോടെയാണ് സ്മിത സുന്ദരേശൻ BJP ചേർന്നത്. പ്രധാനമന്ത്രിയുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടയായി എന്നാണ് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ വൈകുന്നേരം പുതിയ ലാവണത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞത്. നരേന്ദ്രമോദിജി ചെയ്തു വരുന്ന ആ ഒരു യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ മേഖലയൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ടൂറിസം മേഖലയൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരുന്നതിനുള്ള അങ്ങനെ എല്ലാ തരത്തിലും സമഗ്ര വികസനം ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിയോട് ഒരു താല്പര്യം തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എൻ്റെ ഒരു മാറ്റം. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, വർക്കലയിലെ വിശേഷങ്ങൾ. വലിയ കൗതുകമാണ് വർക്കല മണ്ഡലത്തിൽ നടക്കുന്നത്. അതിൽ മണിക്കൂറുകൾക്ക് മുന്നേ വരെ CPM വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗവും, അതുപോലെ ഇന്നലെ വർക്കലയിലെ CPM സ്ഥാനാർത്ഥി V ജോയിയുടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ സാന്നിധ്യമായി ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ BJP പാളയത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശനാണ് ഇപ്പോൾ BJP പാളയത്തിൽ എത്തുകയും അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വരുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് BJP അറിയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് വളരെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീരുമാനമാണ്, താൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നുള്ളതാണ് സ്മിത സുന്ദരേശൻ പറയുന്നത്. അതിന് കാരണമായി പറയുകയും ചെയ്യുന്നത് BJPയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായി എന്നുള്ളതാണ്. അതുപോലെ യുവാക്കൾക്കും ആരോഗ്യ മേഖലയിലും ഒക്കെ BJP നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് അത്യുന്നതിയിലാണ്. അതുകൊണ്ടാണ് താൻ BJPയിലേക്ക് പാളയം മാറുന്നത് എന്നുള്ളതാണ് ഒരു പരാമർശമായി വരുന്നത്. അതുപോലെ തന്നെ തനിക്ക് സ്ഥാനമോഹങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അത്തരമൊരു ആഗ്രഹങ്ങളില്ല, മറിച്ച് BJPയുടെ സജീവ പ്രവർത്തകയായി തുടരുമെന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ BJP ക്യാമ്പിൽ നിന്നുള്ള നീക്കം എന്ന് പറയുന്നത് ഈ വർക്കല സീറ്റ് BDJSനുള്ളതായിരുന്നു. അതിനുശേഷം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചാണ് സ്മിത സുന്ദരേശനെ വർക്കലയിൽ BJP സ്ഥാനാർത്ഥിയാക്കാൻ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. അതിൽ ഒരുപാട് അവഗണനകൾ തനിക്ക് പാർട്ടിയിൽ നിന്നുണ്ടായി. അതുപോലെ ഈ അവഗണനകൾ പരാതിയായി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ആ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ പാർട്ടി CPM ജില്ലാ കമ്മിറ്റിയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് സ്മിത സുന്ദരേശനെ പുറത്താക്കുന്നു. മുന്നേയും ഇത്തരത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ സ്മിത സുന്ദരേശൻ മുന്നോട്ട് വന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പാർട്ടിയിൽ നിന്ന് നിലവിൽ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ വലിയൊരു കൂടുമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അത് എങ്ങനെയാണ് വർക്കല മണ്ഡലത്തിൽ CPMനെ ബാധിക്കുക എന്നടക്കം നോക്കിക്കാണേണ്ടതുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.